ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ഞാൻ ഡേവിഡ് കുശിറമ്പാച്ചൻ, മൗണ്ട് താബോർ പത്തനാപുരം. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധ നോയമ്പിലെ 5-ാമത്തെ ഞായറാഴ്ചയാണല്ലോ. ഇന്ന് നാം വായിച്ചു കേൾക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെ വേദഭാഗങ്ങളാണ്. യേശു തമ്പുരാൻ ശാബത ദിവസം ദേവാലയത്തിൽ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ 18 സംവത്സരമായി കൂനുണ്ടായിരുന്ന ഒരു സ്ത്രീയെ അടുക്കൽ വിളിച്ച് അവളുടെ മേൽ കൈവച്ച് അവൾക്ക് സൗഖ്യം കൊടുക്കുന്നതും അവൾ എഴുന്നേറ്റ് നിവർന്നു നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതുമായ സംഭവമാണ് ഇവിടെ വിവരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ എന്തൊക്കെയുണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ദേവാലയത്തിലേക്ക് കടന്നു വരുവാൻ വലിയൊരു ഓർമ്മപ്പെടുത്തൽ കർത്താവ് ഇവിടെ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് യേശു തമ്പുരാൻ അവിടെ നിൽക്കുമ്പോൾ ഈ സ്ത്രീയെ അടുക്കിലേക്ക് വിളിക്കുന്നതും അവളുടെ മേൽ കൈവച്ച് അവൾക്ക് സൗഖ്യം കൊടുക്കുന്നതും. പാപത്തിൻ്റെ മോചനമല്ല അവൾക്ക് കൊടുക്കുന്നത്, രോഗ ആത്മാവിൽ നിന്നുള്ള വിടുതലാണ് കൊടുക്കുന്നത്. ഒട്ടും വരുവാൻ കഴിയാതെ ഇരുന്ന അവൾക്ക് ഉയരങ്ങളിലേക്ക് നോക്കി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തിന് സ്തുതി പാടുവാൻ തക്കണമുള്ള വലിയൊരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവസന്നിധിയിൽ നോക്കുവാൻ തക്കവണ്ണോ മറ്റുള്ളവരുടെ മുമ്പിൽ നിവർന്നു നിൽക്കുവാൻ കഴിയാത്തവണ്ണമുള്ള പ്രതിബന്ധങ്ങൾ, രോഗബന്ധനങ്ങൾ നമുക്കുമുണ്ടാകാം. പല വിധത്തിലുള്ള കടങ്ങൾ നമുക്കുണ്ടാകാം, പല വിധത്തിലുള്ള തകർച്ചകൾ നമുക്കുണ്ടാകാം, പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകാം. ഈ സന്ദർഭങ്ങളിലൊക്കെ ദേവാലയത്തിൻ്റെ ഉള്ളിൽ ദൈവത്തോട് സംസർഗം ചെയ്യുവാൻ ഒരുപക്ഷെ ഭൂമി മാത്രമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നതെങ്കിലും ആത്മീയമായി ദൈവത്തെ കാണുവാനുള്ള ആഗ്രഹവും വാഞ്ഛയും ഉണ്ടെങ്കിൽ തീർച്ചയായും ദേവാലയത്തിൻ്റെ ഉള്ളിൽ അവിടെ ദൈവ സാന്നിധ്യം നമ്മെ അടുക്കിലേക്ക് വിളിക്കും, നമ്മളെ സൗഖ്യപ്പെടുത്തും. അവൻ്റെ കൈ കുറുകിപ്പോയിട്ടില്ല, കുറുകാത്തതായ കരം നമ്മുടെ മേൽ നീട്ടുവാൻ അവൻ ശക്തനാണ്. അങ്ങനെയെങ്കിൽ നമുക്കും എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ സ്ത്രീ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം അവളെ ദൈവത്തെ സ്തുതിച്ചു എന്ന് പറയുന്നത് പോലെ നമുക്കും നമ്മുടെ പ്രതിസന്ധികളിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകട്ടെ. ദേവാലയം നമുക്കതിനൊരു മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും. ദൈവം അനുഗ്രഹിക്കട്ടെ.